ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നത് അവിഹിതമാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അവിഹിതത്തിന് ഞാൻ എന്താ സപ്പോർട്ട് ചെയ്യാൻ പോവുകയാണോ, അതോ അതിനെ പ്രൊമോട്ട് ചെയ്യുകയാണോ എന്നുള്ളത്, അല്ലെങ്കിൽ അതിന് എതിരായിട്ടോ, അല്ലെങ്കിൽ ആളുകൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണോ എന്നുള്ളത്. അങ്ങനെയൊന്നുമല്ല. അവിഹിതം ഇവിടെ നടക്കുന്ന ഒരു സംഭവമാണല്ലോ. അതിപ്പം ഞാനായിട്ട് പറഞ്ഞിട്ട് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ചിന്തിക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ, ഒന്നുകൂടി നിങ്ങൾക്കൊന്ന് വ്യക്തത ഉണ്ടാക്കി തരാമെന്ന് കരുതി. ഈ അവിഹിതം എന്ന് പറഞ്ഞാൽ എന്താ? വിവാഹം കഴിഞ്ഞതിന് ശേഷം വേറൊരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലേ? ഒരുപാട് പേർക്ക് അത് ഉണ്ടെന്നറിയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉള്ളവരെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. അപ്പം അവർ ആസ്വദിക്കുന്നതൊക്കെ ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പം അതിൻ്റെയൊക്കെ ഒരു പിക്ചറൈസേഷൻ, ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരട്ടെ. ഈ അവിഹിതത്തിൻ്റെ ഏറ്റവും വലിയ സുഖം എന്ന് പറഞ്ഞത് ലോങ് ഡിസ്റ്റൻസ് പ്രണയമാണ്. അവിടെ വിട്ടുനിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസം കാത്തിരുന്നിട്ട് പിന്നെ ഒന്ന് കാണാൻ കിട്ടുന്ന, അല്ലെങ്കിൽ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിരഹം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിരഹം, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ കൂടി ചേർന്നതാണ് ഈ അവിഹിതം എന്ന് പറയുന്നത്. ഈ പ്രണയം അവിഹിതം തമ്മിൽ വ്യത്യാസം നോക്കുകയാണെങ്കിൽ, പ്രണയത്തിൽ നമുക്ക് നേടിയെടുക്കാം എന്നുള്ള ചിന്താഗതി ഉണ്ടാവും. പക്ഷേ ഇതിലതല്ല. നമുക്കൊരു പാർട്ണർ ഉണ്ടാവാം, ചിലപ്പോൾ നമുക്ക് മക്കളുണ്ടാവാം, ഇവർക്കിടയിലൂടെ ആയിരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കൊരിക്കലും അത് നേടിയെടുക്കാൻ പറ്റില്ല, എപ്പോഴെങ്കിലും ഒന്ന് നേടിയെടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുള്ളവരായിരിക്കും ഈ ഒരു വിഭാഗമുള്ളവർ. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് യാഥാർത്ഥ്യം എന്താ അറിയോ? നേടിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അട്ടപ്പെട്ടെല്ലാം മൂഞ്ചും എന്ന് പറഞ്ഞ പോലെ നമ്മളെ കംപ്ലീറ്റ് അങ്ങോട്ട് ഇല്ലാണ്ടാക്കാൻ ആ ഒരു നേടിയെടുക്കലുകൊണ്ട് സാധിക്കും. നിങ്ങൾക്കറിയായിരിക്കും, ഒരുപാട് പേര് ഈ ഒരു ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെന്ന് വീട്ടിൽ അറിഞ്ഞാൽ തന്നെ വീട്ടിൽ പ്രശ്നങ്ങളായി. കുടുംബം, അതല്ലെങ്കിൽ ഒന്നുമില്ലാതെ നമ്മുടെ നാട്ടുകാർക്ക് വരെ പ്രശ്നങ്ങളായി. അതുവഴി നമ്മളെ സ്നേഹിക്കുന്നവർ വരെ അപമാനത്തിന് ഇടയാക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു സിറ്റുവേഷൻ. ഇത് കഴിഞ്ഞാൽ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് കഴിഞ്ഞാൽ, അഥവാ അവർ നേടിയെടുത്തെന്ന് വെക്കട്ടെ, നേടിയെടുത്താൽ എന്താ ഉണ്ടാവാൻ പോകുന്നത്? മൊത്തത്തിൽ ഞാൻ ഈ പറഞ്ഞ ഈ സംഭവങ്ങൾ തന്നെയായിരിക്കും. ഇനി നേടിയെടുക്കാതെ രണ്ടുപേരും ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് തന്നെ പ്രണയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വിചാരിച്ചാലോ, അതിലാണ് ഏറ്റവും കൂടുതൽ രസം. ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാം. നമ്മൾ ലോങ് ഡിസ്റ്റൻസ് പ്രണയം എന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ, ഇപ്പം വിവാഹം കഴിച്ചവർക്ക് അവരുടെ ഹസ്ബൻഡ് ഗൾഫിലുള്ളവർക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഭാര്യ ഏതെങ്കിലും രീതിയിൽ ഒന്ന് ഡിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ആ ഒരു പ്രണയം എന്താണെന്നുള്ളത്. അനുഭവിച്ചവർക്ക് മനസ്സിലാവും കേട്ടോ. ഈ ഒരു പ്രണയത്തിൽ അവരെന്ത് ചെയ്യും? മാക്സിമം പ്രണയിക്കാനും കാണുന്ന ദിവസം നല്ല എൻജോയ് ചെയ്യാനും എല്ലാം അവർ റെഡി ആയിരിക്കും. ഇതേ മെത്തേഡ് ഈ ഒരു അവിഹിതത്തിലാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതേ സുഖം കിട്ടും, ഒരു മാറ്റവും ഉണ്ടാവില്ല. അപ്പം ഈ വിവാഹം കഴിഞ്ഞവർ വിചാരിക്കും, എൻ്റെ ഹസ്ബൻഡിൽ നിന്ന് ഈ ഒരു സംഭവങ്ങളൊന്നും കിട്ടുന്നില്ല, എനിക്ക് ഇയാളിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംഭവം കിട്ടുന്നത്, അല്ലെങ്കിൽ എൻ്റെ വൈഫിൻ്റെ ഇങ്ങനെ കിട്ടുന്നില്ല, എനിക്ക് ഇവളിൽ നിന്നാണ് ഇങ്ങനെ സംഭവം കിട്ടുന്നത്, അതുകൊണ്ട് ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അവൾ എന്നെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതം ഒരുമിച്ചായിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും എന്നൊക്കെ ആയിരിക്കും ഇവർ കരുതുക. ശരിക്കും ഇത് നമ്മുടെ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് നിൽക്കുമ്പോൾ നടക്കാവുന്ന സംഭവമാണ്. അപ്പോൾ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും, എൻ്റെ ലൈഫിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്കിടയിൽ ഒരു സന്തോഷമില്ല, ഇതുപോലെ ഒരു ഫീല് കിട്ടുന്നില്ല. അത് നിങ്ങൾ രണ്ടാളും തമ്മിലുള്ള റിലേഷൻ്റെ പ്രശ്നമാണ്. അത് രണ്ടും അറ്റാച്ച്ഡ് ആവാൻ നോക്കിയാൽ ഇങ്ങനൊരു സംഭവം കിട്ടും. ഇനി ഇവരുടെ ദാമ്പത്യ ബന്ധം അല്ല, അവിഹിത ബന്ധത്തിലുണ്ടാവുന്ന ഫിസിക്കൽ റിലേഷൻ ഉണ്ടല്ലോ, ഇതിലേക്ക് ഞാൻ കിടക്കാം. ഇതിൽ യാഥാർത്ഥ്യം സംഭവിക്കുന്നത്, ഭാര്യ ഭർത്താക്കന്മാരിപ്പം ഗൾഫിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം നാട്ടിലേക്ക് വരുമ്പോൾ എന്തായാലും അവിടെ നല്ലൊരു എൻജോയ്മെൻറ്റ് നടക്കും. അതൊരു 6 മാസം, ചിലപ്പോൾ ഒരു വർഷത്തിൻ്റെ ഗ്യാപ്പിലായിരിക്കും വരുന്നുണ്ടാവുക. എന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് നൈറ്റ് റീക്രിയേറ്റിംഗ് തന്നെയാണ് നടക്കുന്നത്. ഇതേ സംഭവമാണ് അവിഹിതത്തിൽ നടക്കുന്നത്. അവരും ഇതുപോലെ കുറേ ദിവസം കാണാതിരിക്കും. അവർ കാണുന്ന സമയത്ത് അവർക്കിടയിൽ ഇങ്ങനൊരു സംഭവം, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇവർ കാണലും സംസാരിക്കലും ഫിസിക്കൽ റിലേഷനിലൊക്കെ ഡീൽ ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു അവസാനം എന്താ പറയുക എന്ന് വെച്ചാൽ, ഒരു ട്രാജഡിയിലോട്ട് എത്തലെപ്പോഴാ അറിയോ? ഇയാൾ എൻ്റേതല്ല, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ഈ ഒരു സ്ത്രീയെ ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കാനോ എൻ്റേതാക്കാനോ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, ഈ ഒരു റിലേഷൻ നമ്മുടെ കുടുംബത്തിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നേക്കുമായിട്ട് ആ ലൈഫിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളുണ്ടല്ലോ,
അതങ്ങോട്ടേക്ക് നീക്കം ചെയ്യും. പിന്നെ നമ്മളെ എന്നും ഈ പാർട്ട്ണർക്ക് ഒരു സംശയമായിരിക്കും. ലൈഫിൽ നമ്മുടെ ഫാമിലിയിലാണെങ്കിലും ഒരു വല്ലാത്തൊരു നമ്മൾ ആദ്യം കണ്ട സ്നേഹത്തോടായിരിക്കില്ല കാണുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ദാമ്പത്യ ബന്ധത്തിൽ കിട്ടേണ്ട സുഖങ്ങളാണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ഈ എപ്പോഴെങ്കിലും കിട്ടുന്ന ആ ഒരു കാണുന്നതിൽ നല്ലപോലെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിലേക്ക് എന്നും കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും അത് എന്നും നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരുടെ ലൈഫ് പോലെ തന്നെ ആയിരിക്കും. അതിലും ട്രാജഡി ആയിരിക്കും കേട്ടോ. കാരണം നമ്മൾക്ക് ഇപ്പം വിവാഹം കഴിഞ്ഞ് നാട്ടിൽ സെറ്റിൽ ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ജീവിതം, അവരുടെ ഭാവി ജീവിതങ്ങൾ ചിന്തിക്കാനേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്ക് ഓൾറെഡി ഒരു ജീവിതം ഉണ്ടായി അതിൽ നിന്ന് നമ്മൾ ഡിവോഴ്സ് ആവാതെ ഇങ്ങനെ ഒരു റിലേഷനിലോട്ടാണ് എത്തുന്നതെന്നുണ്ടെങ്കിൽ അതിലൂടെ നമ്മുടെ മക്കളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ ഇത്രയും ആളുകളിൽ നിന്നുള്ള അപമാനം ഈ ആളുകൾക്ക് ലഭിച്ചത് കൊണ്ട് തന്നെ അവർ നമ്മളെ വെറുക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് പോവുക. ഈ എപ്പോഴെങ്കിലും കിട്ടുന്നുള്ള ആ സുഖം ഉണ്ടല്ലോ, എന്നും കിട്ടിയാൽ തീരാവുന്ന കുഴപ്പമേ ഉള്ളൂ അതിലൊക്കെ. അതുകൊണ്ട് അത് നിങ്ങൾ വലിയ കാര്യമാക്കാൻ നിൽക്കണ്ട. ഇനി അഥവാ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ റിലേഷൻഷിപ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറയാം, ഇതൊക്കെ ഇങ്ങനെ കിട്ടുന്നതുകൊണ്ടുള്ള സുഖങ്ങളാണ്, അത് യാഥാർത്ഥ്യമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടാവും. അതിൽ നിങ്ങൾ ഒന്ന് പേടിച്ചോളൂ ട്ടോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അവരോട് മുന്നറിയിപ്പ് കൊടുക്കാം. അറിയാത്തത് കൊണ്ടല്ലല്ലോ. പിന്നെ അവര് ഒരു സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന ബാലഭാസ്കരന്മാരാണ്. അപ്പോൾ അവർക്ക് അങ്ങോട്ടേക്ക് എന്ത് പറഞ്ഞു കൊടുത്തും കാര്യമില്ല. അവർ വിചാരിക്കുന്ന ഇതാണ് എൻ്റെ ലൈഫ്, ഇതാണ് എൻ്റെ പാർട്ട്ണർ എന്നുള്ള രീതിയിലായിരിക്കും അവർ ജീവിക്കുന്നുണ്ടാവുക. അപ്പം അവർക്ക് അങ്ങനെ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ആ ഒരു റിലേഷൻഷിപ്പ് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു റിലേഷനിലോട്ട് പോവുക, അല്ലെങ്കിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഇത് ഒരിക്കലും നിങ്ങളുടെ അല്ല, ഈ ഒരു ആൾ നിങ്ങളുടെ അല്ല, മറ്റൊരാളുടെ പിന്നെ വ്യക്തിയെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും നിങ്ങൾ അവരെ കൊതിച്ചിട്ടും കാര്യമില്ല. അത് അവർ ലീഗലി അവരുടെയാണ്. ആ അവരുടെ ആയ സ്വത്തിനെ നിങ്ങൾ ആഗ്രഹിച്ചത് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒന്നും നേടാൻ പോകുന്നില്ല, നഷ്ടങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. പിന്നെ ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മളത് ആയിട്ടുള്ള വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിയെ നമ്മൾ ആഗ്രഹിച്ച പോലെ സ്നേഹിക്കാൻ പഠിക്കുക, നമ്മൾ ആഗ്രഹിച്ച പോലെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. നമുക്ക് എന്തെല്ലാമാണ് അവരിൽ നിന്ന് കിട്ടാനുള്ളത് അത് നമ്മൾ ട്രൈ ചെയ്യുക. അല്ലാതെ കിട്ടുന്നത് നേടിയെടുക്കുന്നതിൽ ഒരർത്ഥം ഉണ്ടാവില്ല. അത് നേടിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കുക. ചില ആളുകൾക്ക് ഇതൊരു രസമാണ്, ചില ആളുകൾക്ക് ഇതൊരു ഫാൻറ്റസിയാണ്. കാരണം ഒന്നിൽ നിന്ന് തുടങ്ങി അതിങ്ങനെ മൂവായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പ്രയാസമുള്ള വലിയൊരു സംഭവമാണിത്. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആലോചിക്കുക. മറ്റൊരാളുടെ സന്തോഷത്തിൽ കൈയിട്ട് വാരിയിട്ട് അതിൽ നിന്ന് സന്തോഷം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണ്ട. അത് എത്ര തന്നെ ആയാലും നമ്മളിൽ അത് സങ്കടം മാത്രമേ നിറയ്ക്കുള്ളൂ. ഇത് പറഞ്ഞു വരുമ്പോൾ തന്നെ ഇതിൽ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. എനിക്ക് വന്നൊരു കേസ് ഞാൻ ഷെയർ ചെയ്യണേ. ഒരു വ്യക്തി അവിടെ വൈഫിന് ഇങ്ങനത്തെ ഒരു റിലേഷനോട് വല്ലാണ്ട് താല്പര്യം കാരണമുണ്ട്. ഇയാൾക്ക് അവൾക്ക് ആഗ്രഹിച്ച പോലെ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ചിന്താഗതിയിൽ നിന്ന് ഇയാൾ തന്നെ അവൾക്കൊരു റിലേഷൻ ഉണ്ടാക്കി കൊടുത്തു എന്ന് മാത്രമല്ല, ഇയാളത് പിന്നെ വീടിൻ്റെ മുകളിൽ നിന്ന് തന്നെ എൻജോയ് ചെയ്യാനും ശ്രമിച്ചു. എന്ന് വെച്ചാൽ ആ ഒരു ഫാൻറ്റസി വേറെ ഫീൽഡിലേക്ക് മാറിയിട്ടോ. ഇതിൽ ഇവിടെ ക്രിയേറ്റ് ആയത് എന്താ അറിയോ, ഇവള് എൻജോയ് ചെയ്യുന്നത് എപ്പോഴെങ്കിലും കിട്ടുന്ന ആ ഒരു റിലേഷനെ മാക്സിമം എൻജോയ് ചെയ്തു എന്നുള്ളൂ. അല്ലാതെ അത് നിങ്ങളിൽ എൻജോയ് ചെയ്യുന്നില്ല. ഇപ്പൊ ഈ ഒരു വ്യക്തി അതിനെ സങ്കടപ്പെട്ടു, അവൾ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്, എന്നിൽ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയും. അതും ഈ ഒരു സംഭവം സെയിം സിറ്റുവേഷൻ തന്നെയാണ്. അവർക്ക് എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ ഉള്ള ആ ഒരു എൻജോയ്മെന്റ് ആണ് ചെയ്യുന്നത്. അതും എൻ്റെതല്ലല്ലോ എന്നുള്ള മെന്റാലിറ്റിയിൽ അത് നമ്മൾ കിട്ടുന്ന സമയത്ത് മാക്സിമം അവർ എൻജോയ് ചെയ്യുന്നു. അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്തിട്ട് എൻ്റെ കൂടെ ഇങ്ങനെ സന്തോഷം അവർക്ക് കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവർ കിട്ടുന്ന രീതിയിൽ എൻജോയ് ചെയ്യട്ടെ എന്ന് ചിന്തിക്കാൻ നിൽക്കണ്ട. ഇതൊക്കെ താൽക്കാലികം മാത്രമാണ്. നിങ്ങളത് എന്നുള്ള രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാതിരിക്കാനും മാക്സിമം ശ്രമിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ചേർത്ത് പിടിക്കുക. അതിൽ നിന്ന് ഒതുങ്ങിക്കൂടുന്ന സന്തോഷങ്ങളുടെ മാക്സിമം ലെവലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ, അതെല്ലാം ചെയ്തിട്ട് അതിൽ മാത്രം ഒതുങ്ങിക്കൂടുക. അതിനപ്പുറത്തേക്കുള്ള ഓരോ ഫാൻറ്റസി ആയിട്ട് നിങ്ങൾ പോകുമ്പോൾ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളെ മാത്രം പെണ്ണിനെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനെ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു കാര്യങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. എന്തെങ്കിലും കാര്യം നിങ്ങൾ എന്നോട് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരെ ടെലഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ ലിങ്ക് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. താങ്ക്